ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം ബിരിയാണി കഴിക്കുമ്പോഴുണ്ടല്ലോ, ബിരിയാണിയിൽ നിന്ന് ഈ കറുവപ്പട്ടയുടെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയും കിട്ടി കേട്ടോ. അപ്പം നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, നമ്മൾ മസാലയുടെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, അധികമായാൽ അമൃതും വിഷമാണ്. നേരിയ തോതിൽ മിതമായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് തന്നെയാണ്. അധികമായാൽ അമൃതും വിഷമാണ് കേട്ടോ. കാരണം ഇത് രക്തത്തിൻ്റെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ ബെസ്റ്റ് സംഭവമാണ്. നമ്മൾ അധികമായാൽ ഷുഗർ ലോ ആയി പോകും, അത് ശ്രദ്ധിക്കണം. അത് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ദഹന പ്രശ്നങ്ങൾക്കും വയറുവേദന, ഗ്യാസ് എന്നിവയ്ക്കൊക്കെ ഒരു കപ്പ് കറുവപ്പട്ട ചായ കുടിച്ചാൽ അതൊക്കെ മാറുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ചുമയ്ക്കും ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കും ഒക്കെ കറുവപ്പട്ട പ്രകൃതിദത്ത മരുന്നാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറത്താക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം തളർത്ത് വരുന്ന ഒരു മരമാണ് കേട്ടോ ഇത്. അപ്പം ഞാനിങ്ങനെ ഈ ബിരിയാണിയിൽ നിന്ന് ഇത് കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും മസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം വേഗം തന്നെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഇലക്കൊക്കെ എന്ത് സ്മെല്ലാണ് അറിയോ? ഞാനിതിൻ്റെ ഇല പഠിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നേരിട്ട് മണത്ത് നോക്കും. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഇലക്കൊക്കെ. കാരണം മസാലയുടെ ഇത് ഉണക്കിയാണ് നമ്മൾ ബിരിയാണിയിലും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. കറുവപ്പട്ട ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ മസാലയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണങ്ങിയ ഇലയോ പച്ച ഇലയൊക്കെയോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മസാലയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും മിതമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഷുഗർ ലെവലിനെ നിയന്ത്രിക്കാൻ ഇത് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഉപയോഗിച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് ഷുഗർ ലെവലൊന്നും ലോ ആയി പ്രശ്നമൊന്നും ആവണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു രസമാണ് ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ബൈ, സീ യു, നെക്സ്റ്റ് കാണാം.